നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലെ ആയിരുന്നു 10th പ്രിലിംസിൻ്റെ 3rd സ്റ്റേജ് എക്സാം. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടു. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കിയൊക്കെ ചെയ്തു. അപ്പം നമ്മൾ എക്സാം ഹാളിലിരുന്ന് എക്സാം അറ്റൻഡ് ചെയ്യുന്നു, നമ്മൾ വീട്ടിലിരുന്ന് റിലാക്സ്ഡ് മോഡിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. അതിൽ മാർക്കിലും നല്ല വ്യത്യാസം കാണിക്കും. എങ്കിലും എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ വളരെ അത്യാവശ്യം നല്ലതെന്ന് വെച്ചാൽ കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതായത് സെക്കൻഡ് സ്റ്റേജും ഫസ്റ്റ് സ്റ്റേജും കൂടെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഈസി ആയിരുന്നു. പക്ഷേ സയൻസ് ചോദ്യങ്ങൾ കുറച്ച് കടുപ്പമായിട്ട് എനിക്ക് തോന്നി. ഫിസിക്സിലെ ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ എന്നൊരു ക്വസ്റ്റ്യൻ, അതൊക്കെ നമുക്കൊന്ന് മനസ്സിരുത്തി വായിച്ച് നോക്കിയാലേ കിട്ടുമോ. അത് കിട്ടാത്തവർ ഒരുപാട് പേര് കാണും. പിന്നെ പറയുകയാണെങ്കിൽ ഫാരൻഹീറ്റ്, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, അത് കൺവേർട്ട് ചെയ്യുന്നത്, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പം അത് അറിഞ്ഞുകൂടാത്തവർക്ക് കിട്ടാൻ പാടായിരിക്കും. പിന്നെ സയൻസിൽ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ്, പിന്നെ കോൺകേവ് മിററിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് ഫിസിക്സിൽ കുറച്ച് കടുപ്പമായിട്ട് തോന്നി. പക്ഷെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ട് പരിചയമുള്ളതും നമുക്ക് ചടപട ആൻസർ ചെയ്യാൻ പറ്റിയ കുറേ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. പിന്നെ മാത്സ് ഏതൊരു ആവറേജുകാരന് പോലും ഒരു 15 മാർക്കൊക്കെ മിനിമം മേടിക്കാൻ പറ്റിയൊരു മാത്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു ഈസി മാത്സ് ആയിരുന്നു മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പം മാത്സ് ഒക്കെ ഒരുപാട് സ്കോർ ചെയ്തവർക്കൊക്കെ, മാത്സ് ഒക്കെ നന്നായിട്ട് 15 കൂടുതലൊക്കെ 15, 18, 19, ചിലപ്പോൾ 20 ഒക്കെ സ്കോർ ചെയ്തവർ കാണും. അങ്ങനെ സ്കോർ ചെയ്തവർക്കൊക്കെ നല്ല രീതിയിൽ മാർക്ക് ഉണ്ടായിരിക്കും. അപ്പം എനിക്ക് ഓവറോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ടാണ് തോന്നിയത്. എങ്കിലും ഫിസിക്സിൽ ഈ ഒരു ചില ക്വസ്റ്റ്യൻസ് ഇച്ചിരി കടുപ്പമായിട്ട് തോന്നുകയും ചെയ്തു. പക്ഷേ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല അൾട്രാ ഈസി ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ ചെയ്ത ഷുവർ ടോപ്പിക്ക് വീഡിയോയിൽ നിന്നിട്ട് ഞാനൊരു 3 ഷുവർ ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട്. 2 ജനറൽ ക്വസ്റ്റ്യൻസിൻ്റെയും പിന്നെ ഒരു കറണ്ട് അഫെയർസിൻ്റെയും. അതിൽ നിന്നൊക്കെ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ക്വസ്റ്റ്യൻസ്, അതായത് ഞാനിന്ന് ഇത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് ടെസ്റ്റ് പോലെ ചെയ്ത് നോക്കിയപ്പം തന്നെ ആ ഒരു ടോപ്പിക്സ്, ഞാൻ പറഞ്ഞ ഏതൊക്കെ ടോപ്പിക്സാണ് വന്നതെന്ന് ഞാൻ ചുമ്മാ നോട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം നവോത്ഥാന നായകർ, ഈ ഒരു പ്രിലിംസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നതാണ് നവോത്ഥാനം. കേരള നവോത്ഥാന നായകരെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് ഈ ഒരു പ്രിലിംസിലും നന്നായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നവോത്ഥാനത്തെ പറ്റിയിട്ട്, കേരള നവോത്ഥാന നായകരെ പറ്റിയിട്ട്. അയ്യങ്കാളി ജനിച്ചതെന്ന് എന്നാണ് എനിക്ക് കിട്ടിയത്. എ കോഡിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അയ്യങ്കാളി ജനിച്ചത് എന്നാണ്. സോറി, എ കോഡിലല്ല, ഡി കോഡിൽ. ഞാൻ ഡി കോഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്ത് നോക്കിയത്. അപ്പം അത് തന്നെ ഫസ്റ്റ്. പിന്നെ ഇ വി രാമസ്വാമി നായകരെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്, അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എ കെ ജിയെ പറ്റി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം എ കെ ജിയെ പറ്റി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ നവോത്ഥാന നായകരെ പറ്റിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം നവോത്ഥാനം, ഇനി അടുത്ത 4th സ്റ്റേജ് എഴുതാൻ പോകുന്നത് നവോത്ഥാന നായകരെ പറ്റി നന്നായിട്ട് വായിച്ചിട്ട് വേണം പോകേണ്ടത്. ഇതൊക്കെ ഒരു സൂചനയാണ്. ഈ 3 സ്റ്റേജിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ വൈറ്റമിൻ സി എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. കേരള വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നിന്ന്, ഇത് താഴെ പറയുന്ന ഏതാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബാക്കി നാഷണൽ പാർക്കുകളുടെ പേര് തന്നിട്ട് പെരിയാർ തന്നിരുന്നു. അപ്പം അത് ഉണ്ടായിരുന്നു, അത് നോക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സംസ്ഥാന പുനഃസംഘടന കമ്മീഷന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ചെയർമാൻ്റെ പേരും അതിൽ അംഗമായിരുന്ന മലയാളിയുടെ പേരും, അതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സങ്കരയിനം പച്ചക്കറികളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പാവല് ചോദിച്ചു അല്ലെ, പ്രിയങ്ക, അതും ഞാൻ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ UN അന്താരാഷ്ട്ര വർഷങ്ങൾ, അന്ന് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞ 2023 തന്നെയാണ് ഇന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമൊന്നും ചോദിച്ചു. പിന്നെ കേരളത്തിലെ ആരോഗ്യ പദ്ധതികൾ, അത് കാരുണ്യ ആരോഗ്യ പദ്ധതി, അതിൻ്റെ എമൗണ്ട് ആണ് ചോദിച്ചത്. അപ്പോൾ കാരുണ്യ ആരോഗ്യ പദ്ധതിയെ പറ്റി നന്നായിട്ട് വായിച്ചവർക്കൊക്കെ 5 ലക്ഷം രൂപയാണ് കൊടുക്കുന്നതെന്ന് അറിയണം. അപ്പോൾ അങ്ങനെ അറിയാവുന്നവർ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കാണും. പിന്നെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല, ഞാൻ ആ ഒരു SCRTയിലെ ആ ഒരു ടേബിൾ തന്നെ കാണിച്ചിട്ട് അതിനകത്തുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആ ഒരു ടേബിളിലുണ്ടായിരുന്നു. അപ്പോൾ ടാറ്റ ഇരുമ്പുരുക്ക് വ്യവസായശാലയായിരുന്നു. പിന്നെ ഉപദ്വീപീയ പീഠഭൂമി ഉത്തരമഹാസമുദ്രം, 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഉപദ്വീപീയ പീഠഭൂമിയും ഉത്തരമഹാസമുദ്രത്തെ പറ്റിയും, അതും ഞാൻ നോക്കണമെന്ന് കഴിഞ്ഞ വീഡിയോയിലാന്ന് തോന്നുന്നു, ലാസ്റ്റ് ഷുവർ ടോപ്പിക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ദേശീയ ജലപാത, നാഷണൽ വാട്ടർവേ 3 സ്ഥിരം ക്വസ്റ്റ്യൻ, അതും ഉണ്ടായിരുന്നു. പിന്നെ ഇന്ത്യയുടെ അതിർത്തികൾ, ഇന്ത്യയുടെ തെക്കേ അറ്റം, ഇന്ദിര പോയിന്റ്, അത് ഇന്ത്യയുടെ അതിർത്തികൾ നോക്കി വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തീരസമുദ്രങ്ങൾ, പടിഞ്ഞാറൻ തീരസമുദ്രത്തെ പറ്റി ശരിയായിട്ടുള്ള ഏതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. തീരസമുദ്രം ഞാൻ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, SCRTയിലെ തീരസമുദ്രങ്ങൾ. പിന്നെ ഏതാണ് സാഹിത്യ പുരസ്കാരം ചോദിച്ചു അല്ലെ, എഴുത്തച്ഛൻ പുരസ്കാരം ചോദിച്ചു. പിന്നെ മന്ത്രിമാർ, കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളും പഠിക്കണമെന്ന് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 2 ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്ന് ചോദിച്ചത് വൈദ്യുതി മന്ത്രിയായിരുന്നു,
ഒന്ന് എനിക്ക് ഓർമ്മയില്ല, ഒന്ന് ഒരാളെയും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല പെട്ടെന്ന്. പിന്നെ മണ്ണിനെ ലാറ്ററേറ്റ് മണ്ണിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അങ്ങനെ നൊബേൽ ഞാൻ പറഞ്ഞു ഷുവറാണ് അടുത്ത 4th സ്റ്റേജൊക്കെ എഴുതാൻ പോകുന്നത് നൊബേൽ പഠിക്കാതെ പോകരുത്. നൊബേൽ ഈ പ്രാവശ്യം സാഹിത്യം ചോദിച്ചു, ഓരോ വട്ടം ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൗലിക അവകാശങ്ങളെ പറ്റിയിട്ട് സമഗ്രമായി വായിച്ചിട്ടേ പോകാവുന്നു. ഈ പ്രാവശ്യവും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ കടമെടുപ്പ്, മൗലിക കടമകൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തതെന്ന് ചോദിച്ചു. റിട്ടുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, മാൻഡമസ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ നോട്ട് ചെയ്ത ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എൻ്റെ ഒരു അറിവിൽ ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ഈ ഒരു സ്റ്റേജിൽ മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 4th സ്റ്റേജൊക്കെ എക്സാം എഴുതാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ 3 സ്റ്റേജ് ഞാൻ ഈ 3 വീഡിയോസ് ചെയ്തിട്ടൊക്കെ കണ്ടിട്ട് പോകുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരമായിരിക്കും. അപ്പം ഈ ഒരു സ്റ്റേജ് എക്സാം എഴുതിയ ആർക്കെങ്കിലും ഒക്കെ എൻ്റെ വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം ഇനി 4th സ്റ്റേജ് എഴുതാൻ പോകുന്നവരൊക്കെ വേണ്ടിയിട്ട് ഈ വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, എല്ലാവരും കണ്ട് പോയി എക്സാമൊക്കെ എഴുതുക. ഓക്കെ. പിന്നെ ഞാൻ ഇന്നത്തെ ഈ എക്സാം എഴുതി നോക്കിയപ്പം എനിക്ക് ഒരു 85+ ഉണ്ടായിരുന്നു മാർക്ക്. ഞാൻ വീട്ടിലിരുന്നാണ് എഴുതിയത്. നമ്മളിനി എത്ര എളുപ്പമുള്ളൊരു എക്സാമാണെന്ന് പറഞ്ഞാലും നമ്മൾ വീട്ടിൽ ഇരുന്ന് എഴുതുന്നതും എക്സാം ഹാളിൽ ഇരുന്ന് എഴുതുന്നതും രണ്ട് മാനസികാവസ്ഥയിലാണ്. അപ്പം എനിക്ക് ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് എൻ്റെ കൂൾ മൈൻഡിൽ എഴുതിയപ്പോൾ എനിക്ക് 85+ ഉണ്ടായിരുന്നു. അതുമല്ല കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫിസിക്സിൽ ചില ക്വസ്റ്റ്യൻസ് കുറച്ച് കടുപ്പമാണെങ്കിലും മാത്സ് ഒക്കെ എളുപ്പമായതുകൊണ്ടായിരിക്കും അത്രയൊരു സ്കോർ ഉയർന്നത്. അപ്പം മാർക്ക് ഈ ഒരു നമുക്കൊരു കട്ട് ഓഫ് എൻ്റെ അടുത്ത് ഇപ്പോഴും ഈ മാർക്ക് ക്വാളിഫൈ ആവുമോ എന്ന് ചോദിച്ച് കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അതിന് മറുപടി ഇല്ല. നമുക്കറിയാൻ പറ്റുന്നില്ല. ഓരോ ഘട്ടത്തിലും ഓരോ സ്റ്റേജിലും ഓരോ ലെവൽ എക്സാമാണ് PS നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ഒരു മാർക്ക് നല്ലതാണെന്നോ അല്ലെങ്കിൽ കിട്ടത്തില്ലെന്നോ കിട്ടുമെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. ലാസ്റ്റ് എക്സാം എല്ലാം കഴിഞ്ഞ് നോർമലൈസേഷൻ മാർക്കുമായിട്ട് PSC വരും. അപ്പോഴേ നമുക്ക് തന്നെ അറിയും നമ്മൾ എലിജിബിൾ ആണോ അല്ലയോ എന്ന്. അതുവരെ നമ്മൾ പഠിക്കാനുള്ളതൊക്കെ പഠിക്കുക. ഈ പറഞ്ഞ കണക്ക് പ്രിലിംസ് കഴിയുമ്പോഴത്തേക്ക് അധികം സമയം കിട്ടത്തില്ല മെയിൻസിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ മുൻകൂട്ടി പഠിച്ചു തുടങ്ങുക. അപ്പം മുൻകൂട്ടി പഠിച്ചു തുടങ്ങുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ടെലഗ്രാം ചാനൽ പുതിയ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ നേരത്തെ വീഡിയോസിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനൽ ഞാൻ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. 10th മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനലൈസ് ഫെബ്രുവരി 5 മുതൽ മാർച്ച് 5 വരെ 1 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലൊരു കോഴ്സാണ്. അപ്പോൾ കോഴ്സിന് 1 മാസത്തേക്ക് 200 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഫെബ്രുവരി 5-നാണ് ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ ആ ചാനലിൽ തന്നെ കുറച്ച് ഡെമോ ക്ലാസ്സസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡെമോ ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡെമോ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഈ കോഴ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ തരും. അപ്പം ചേരാൻ താല്പര്യമുള്ളവർ ചേരുക. ഓക്കെ. അപ്പം ടെലഗ്രാം ചാനൽ ഇനിയും ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ടും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തേക്കാം. അപ്പം ടെലഗ്രാം ചാനൽ എല്ലാം ജോയിൻ ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ നോക്കി ഡെമോ ഒക്കെ കണ്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. 10th മെയിൻസിൻ്റെ കഴിഞ്ഞാൽ പിന്നെ +2 ലെവൽ PYQ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഡിഗ്രി ലെവൽ PYQ അങ്ങനെ ആയിരിക്കും. ഇപ്പം 10th മെയിൻസിൻ്റെ PYQ ആണ് ഈ ഒരു കോഴ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ 10th പ്രിലിംസ് എക്സാം ഒക്കെ ഏകദേശം കഴിയാറായി വരികയാണ്. ഇനി ലാസ്റ്റ് സ്റ്റേജും കൂടെ കഴിയുമ്പോഴത്തേക്ക് 10th പ്രിലിംസിൻ്റെ എക്സാം കഴിഞ്ഞ് ഉടനെ തന്നെ അതിൻ്റെ എലിജിബിലിറ്റി ലിസ്റ്റ് വിട്ട് പിന്നെ മെയിൻസിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടായിരിക്കും. അപ്പോൾ ആ തത്രപ്പാടൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണുമ്പോഴേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെറും ക്വസ്റ്റ്യൻ ആൻസർ മോഡിലല്ല പഠിക്കേണ്ടത്. അത് വളരെ വിശദമായിട്ട് ആ ഒരു മേഖല കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ പഠിക്കണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു 10th മെയിൻസിൻ്റെ അതായത് സെക്രട്ടേറിയറ്റ് ലാബ് അസിസ്റ്റൻ്റ് പോലുള്ള പ്രധാനപ്പെട്ട പരീക്ഷകളാണ് വരാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഒരു പഠിത്തവും ആ ഒരു രീതിയിലോട്ട് ഉയർത്തണം. അപ്പം ഇനി എക്സാമുള്ള 4th സ്റ്റേജുകാർ എൻ്റെ നേരത്തെ ഉള്ള ഈ ഒരു ഷുവർ ടോപ്പിക്ക് വീഡിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കി പഠിച്ചിട്ടൊക്കെ നന്നായിട്ട് പോവുക. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. അപ്പം ഈ ഒരു 3rd സ്റ്റേജ് എക്സാമിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഓവറോൾ ഒരു വിലയിരുത്തലെന്ന് വെച്ചാൽ എളുപ്പമായിരുന്നു. 2nd സ്റ്റേജും 1st സ്റ്റേജും വെച്ച് നോക്കുമ്പം എനിക്ക് എളുപ്പമായിട്ട് തോന്നി. പക്ഷേ ഫിസിക്സിലെ ചില ക്വസ്റ്റ്യൻസ് എനിക്ക് കടുപ്പമായിട്ടും തോന്നി. ആ ഒരു മേഖല 100 ക്വസ്റ്റ്യനും എളുപ്പമായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷെ കൂടുതൽ ക്വസ്റ്റ്യനും എളുപ്പമായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. മാത്സ് ഒക്കെ നല്ല എളുപ്പമായിരുന്നു. അപ്പം ഒരു ഓവറോൾ എന്ന് പറഞ്ഞാൽ എളുപ്പമായിരുന്നു. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് ഫിസിക്സിൽ എടുത്ത് ചോദിച്ചാൽ ഇത് എളുപ്പമായിരുന്നു എന്ന് ചോദിച്ചാൽ അത് എളുപ്പമാണെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ലെവൽ എക്സാം ആയിരുന്നു. എന്തായാലും ഓക്കെ.
അപ്പം 3 സ്റ്റേജും എക്സാം കഴിഞ്ഞവരൊക്കെ മെയിൻസിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക. മെയിൻസിന് വേണ്ടിയിട്ട് നമുക്ക് അധികം സമയം കിട്ടത്തില്ല. അപ്പോൾ സെക്രട്ടേറിയറ്റ് OA പോലുള്ള ഇമ്പോർട്ടൻറ്റ് എക്സാംസുകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നോക്കുന്നവരൊരു പ്രിലിംസ് വരാൻ പോകുന്നുണ്ട്, പ്രിലിംസിന് വേണ്ടി പഠിക്കുക. അങ്ങനെ എല്ലാവരും അവരുടെ പഠിത്തമൊക്കെ വളരെ ഉഷാറായിട്ട് തന്നെ മുൻപോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഓക്കെ, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.